അന്നം മുടക്കി എന്ന് വിളിച്ചാക്ഷേപിച്ചവർക്ക് വീണ്ടും കണക്കിന് കൊടുക്കുന്നുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. അന്നം മുടക്കിയല്ലെന്നും ഭൂമി കയ്യേറ്റക്കാരെയാണ് ഒഴിപ്പിച്ചതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ മുരളിയെ അന്നം മുടക്കിയാക്കാനെത്തിയ ഡിവൈഎഫ്ഐക്ക് മറുപടിയില്ല എന്നതാണ് വാസ്തവം. താൻ ആരുടെയും അന്നം മുടക്കിയിട്ടില്ലെന്നും ആശുപത്രി പരിസരത്ത് അനധികൃതമായ സ്ഥലം കയ്യേറി ബാനറുകൾ സ്ഥാപിച്ചവരെ ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സ്ഥലം കയ്യേറി ബാനറുകൾ വെച്ചതാണ് നടപടിക്ക് കാരണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് തന്റെ വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് ആശുപത്രി വികസന സമിതിയുടെ തീരുമാനമാണെന്നും ഇതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പങ്കാളിത്തമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഭക്ഷണം നൽകുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ലെന്നും സ്ഥലം കയ്യേറ്റം അവസാനിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും മുരളി പറഞ്ഞു. നിലവിൽ ആലപ്പുഴയിൽ മാത്രമാണ് ഇത്തരം നടപടി സ്വീകരിച്ചിട്ടുള്ളതെന്നും മറ്റു സ്ഥലങ്ങളിൽ പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ കയ്യേറിക്കൊണ്ടുള്ള ചോറ് കൊടുക്കൽ വേണ്ടെന്നാണ് മന്ത്രി കെ മുരളീധരൻ ആവർത്തിച്ചിരിക്കുന്നത്. ഏതു മന്ത്രി തടഞ്ഞാലും പൊതിച്ചോർ വിതരണം ചെയ്യുമെന്നാണ് ഡിവൈഎഫ്ഐ മറുപടിയുമായി എത്തിയതോടെ മുരളീധരൻ സ്വരം കടുപ്പിച്ചു. ഹോസ്പിറ്റലിന് പുറത്ത് വെച്ച് എന്ത് വേണമെങ്കിലും ആകാമെന്നും ആശുപത്രിക്കകത്ത് കയറി പൊതിച്ചോർ വിതരണം ചെയ്യേണ്ട കാര്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി മുരളീധരൻ. ആശുപത്രികളുടെ അധികാരം മന്ത്രി എന്ന നിലയ്ക്ക് തനിക്കാണെന്നും ഹോസ്പിറ്റലിൽ കയറിയുള്ള വിതരണങ്ങളൊന്നും വേണ്ട എന്നും കർശനമായി തന്നെ മുരളി അറിയിക്കുന്നുണ്ട്. ആശുപത്രികളിൽ ബാനറും കൊടിയും കെട്ടി പൊതിച്ചോർ വിതരണം ചെയ്യുന്നത് ശരിയല്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. ഇതിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വം ശക്തമായി രംഗത്ത് വരികയും പദ്ധതി തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ ഡിവൈഎഫ്ഐ ഒരു രാഷ്ട്രീയ വിഭജന സംഘടന എന്നതിലുപരി പൊതിച്ചോർ വിതരണം ചെയ്യുന്ന സംഘടന മാത്രമായി ചുരുങ്ങിപ്പോയെന്ന വിമർശനം സംഘടനയുടെ തന്നെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന ആക്ഷേപവും ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. രാഷ്ട്രീയ എതിരാളികളുടെ വാർത്തകൾ അച്ചടിച്ച പത്രത്തിൽ പൊതിച്ചോറ് പൊതിഞ്ഞതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പൊതിച്ചോറ് ശേഖരണത്തിനിടെ പ്രവർത്തകർക്ക് നേരെയുണ്ടായ കയ്യേറ്റങ്ങളും മറ്റു ചില സന്ദർഭങ്ങളിൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ദൈനംദിനമുള്ള പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി പന്തൽ കെട്ടിയുള്ള പൊതിച്ചോർ വിതരണമാണ് മന്ത്രിയുടെ നിർദ്ദേശത്തോടെ നിലച്ചിരിക്കുന്നത്. ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനം. ഡിവൈഎഫ്ഐയും പ്രതിഷേധത്തിലുണ്ട്, സേവാഭാരതിയും പ്രതിഷേധത്തിലുണ്ട്. അതിന്റെ കാരണം ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ അകത്ത് രണ്ടു കൂട്ടരും വലിയ ബാനർ വെച്ച് കെട്ടി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഈ അവിടെ ഒരു ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിന്റെ വർക്കിന് അവിടെ ജോലിക്കാർ ചെന്നപ്പോൾ സേവാഭാരതിക്കാർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ പ്രവർത്തനം നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലം അനുവദിച്ച് നൽകണം. ഇത് സർക്കാരിന്റെ സ്വത്താണ്, വ്യക്തികളുടെയോ സംഘടനകളുടെയോ സ്വത്തല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം ആലപ്പുഴയ്ക്ക് വേണ്ടി എടുത്തത്. അപ്പൊ അതുകൊണ്ട് ഈ അന്നം മുടക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ചില എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അന്നം മുടക്കിയതല്ല, ഭൂമി കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ചതാണ്. അല്ലാതെ അതും ഭക്ഷണമായിട്ട് ഒരു ബന്ധവുമില്ല. ഭക്ഷണം കൊടുക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷെ സ്ഥലം കയ്യേറി വലിയ ബാനർ വെച്ച് ഇവിടെ ഞങ്ങളല്ലാതെ മറ്റാരും ഒന്നും ചെയ്യണ്ട എന്നാണെങ്കിൽ അത് നടക്കില്ല. അതാണ് ആലപ്പുഴയിൽ ഇങ്ങനെ തീരുമാനം. അല്ല, അത് അതിനെക്കുറിച്ചിട്ട് ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. ആലപ്പുഴയിൽ കംപ്ലൈന്റ് കിട്ടി, തീരുമാനം എടുത്തു. മറ്റേതെങ്കിലും സ്ഥലത്ത് കംപ്ലൈന്റ് കിട്ടിയാൽ അപ്പൊ നോക്കാം. ഇപ്പൊ കംപ്ലൈന്റ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം, HDS അംഗങ്ങൾ ഉൾപ്പെടെയാണ് മിനിഞ്ഞാന്നത്തെ അവലോകന യോഗം. HDS എല്ലാ പാർട്ടിയും ഉണ്ടല്ലോ. ഇപ്പോഴത്തെ HDS എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെച്ചാ, ഞങ്ങൾ വന്നതിന് ശേഷം മാറ്റിയിട്ടില്ല. ഇതിലെ UDF അംഗങ്ങൾ വളരെ കുറവാണ് ഇപ്പോഴത്തെ HDS-ൽ. കാരണം നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള കക്ഷികളെയാണ് HDS-ലെ HMS-ലൊക്കെ അംഗങ്ങളാക്കുക. അതിൽ ഒരാൾ പോലും
ഒരു പ്രതിഷേധവും പറഞ്ഞില്ല. MLAയും MP യും ഡെപ്യൂട്ടി സ്പീക്കറുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ ആക്ഷേപങ്ങളെക്കുറിച്ച് ചർച്ച വന്നത്. ആ കമ്മിറ്റിയുടെ തീരുമാനം അത് കെ മുരളീധരന്റെ തീരുമാനമല്ല. HDSന്റെ തീരുമാനമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ നടത്താനും ഈ സ്ഥലം കയ്യേറ്റക്കാരെ നിർബന്ധമായിട്ട് അവിടുന്ന് മാറ്റി നിർത്താനും. ആലപ്പുഴയിൽ അതിന്റെ സംവിധാനം ഉണ്ടാക്കി. മറ്റുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചിട്ടില്ല.